പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഭേദഗതിയിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. പൂരം ഭംഗിയായി നടത്താനാണ് സർക്കാരിന്റെ ശ്രമം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്താതെ പരിപാടി നടത്താൻ കഴിയണം. കേന്ദ്രത്തിന്റെ നിലപാട് അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മറ്റു വിഘ്നങ്ങൾ ഉണ്ടാകാതെ പരിപാടികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ദേവസ്വവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ചില തടസ്സങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഇതിൻ്റെ കൂടെ നടത്തുകയാണ്. എന്നാൽ പൂരം ഭംഗിയായി നടക്കണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണകൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ആനയുടെ എഴുന്നള്ളിപ്പും മറ്റും നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം പരിപാടികൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പരിപാടിയായിട്ടല്ല, മൊത്തം നാടിൻ്റെ പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തു വരുന്നത്. നിയമസഭയിൽ നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, കഴിഞ്ഞ തവണത്തെ പൂരം നടത്തിപ്പ് അലങ്കോലമായത്, പൂരം കുളമായതൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഏത് നിബന്ധനകളിൽ ഇളവ് വരുത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്? അർജുൻ. ലക്ഷ്മി, പൂരം നടത്തിപ്പിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിജ്ഞാപനമുണ്ടായിരുന്നു. 35 പുതിയ വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള ആ വിജ്ഞാപനം അത് നടപ്പാക്കുകയാണെങ്കിൽ പൂരം സുഗമമായി നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന ഒരു ആശങ്ക ദേവസ്വം ഉൾപ്പെടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വങ്ങളൊക്കെ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചതാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി പങ്കെടുത്ത തൃശ്ശൂർ പൂര അവലോകന യോഗത്തിലും ഇതേ ആശങ്ക ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് വെടിക്കെട്ട് പുരയിൽ നിന്ന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്കുള്ള ദൂരം, ആളുകളെ നിർത്തേണ്ട സ്ഥലം എന്നതുൾപ്പെടെയുള്ള ഈ ആളുകളുടെ ദൂരപരിധി, ഇത് നിശ്ചയിച്ചതൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രായോഗികമല്ല എന്ന നിലപാടാണ് ദേവസ്വങ്ങൾക്കും തൃശ്ശൂർ പൂര പ്രേമികൾക്കും ഒക്കെയുള്ളത്. അതായത് പൂരം വെടിക്കെട്ട് കാണാൻ പോലും കാണികൾക്ക്, ഈ തൃശ്ശൂർ പൂരം കാണുന്നവർക്ക് കഴിയാത്തത്ര ദൂരത്തിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്, പൂരം വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൂരം നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ദേവസ്വങ്ങൾ കഴിഞ്ഞ അവലോകന യോഗത്തിലും വ്യക്തമാക്കിയതാണ്. അതേ ആശങ്കയാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിൽ കേന്ദ്രം ഇറക്കിയിട്ടുള്ള വിജ്ഞാപനം അതിൽ ഭേദഗതി വരുത്തണമെന്നാണ് മുഖ്യമന്ത്രി കൃത്യമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് കേന്ദ്രത്തിന് പലവട്ടം കത്തെഴുതിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുഗമമായി തൃശ്ശൂർ പൂരം നടത്തുന്നതിന് ഈ വ്യവസ്ഥകൾ ഇതുപ്രകാരം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്താതെ സുഗമമായി പൂരം നടത്തിപ്പ് കൊണ്ടുപോകണം. ഇക്കാര്യത്തിൽ ചില തടസ്സങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ട്. പൂരം ഭംഗിയായി നടത്തുന്നതിന് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അത് കേന്ദ്ര വിജ്ഞാപന പ്രകാരമുള്ള നിയമമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട്. അത് മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് കൃത്യമായി പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ വ്യവസ്ഥകൾ മാറ്റിയാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടപ്പാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലെ വേണം വെടിക്കെട്ട് നടത്താൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായി പറയുന്നത്. നേരത്തെ അത് 45 മീറ്റർ ആയിരുന്നു. ഒപ്പം തന്നെ 100 മീറ്റർ ആയിരുന്നു കാണികൾ ഈ വെടിക്കെട്ട് നടക്കുന്ന ഇടത്തു നിന്ന് മാറേണ്ടത്. അതും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സാധാരണ നമ്മൾ പൂരം കാണുന്ന തരത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി നിയന്ത്രണങ്ങൾ വരുത്തുന്ന തരത്തിലാണ് ഈ പുതിയ ചട്ടം, എക്സ്പ്ലോസീവ് ചട്ടം കേന്ദ്രം പരിഷ്കരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗമമായി പൂരം നടത്താൻ കഴിയില്ല എന്ന നിലപാട് ദേവസ്വങ്ങൾക്കുണ്ട്. അതേ ആശങ്ക മുഖ്യമന്ത്രിയും പങ്കുവെക്കുകയാണ്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവെക്കുന്നത്. ഒരു നാടിൻ്റെ ആകെയുള്ള ഉത്സവമായി തന്നെയാണ് ഇത്തരം ആഘോഷങ്ങളെ കാണുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന പ്രത്യേക പരിപാടിയായിട്ടല്ല, നാടിൻ്റെ ഉത്സവമായി കാണുകയാണ്. അങ്ങനെ അത് സുഗമമായി നടപ്പാക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ വേണമെന്നാണ് കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഭേദഗതിയിൽ ഇളവുകൾ വരുത്തണം എന്ന് മുഖ്യമന്ത്രി വ്യക്തമായി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു പൂരം നടത്തിപ്പിൽ.
അർജുൻ രാജാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.